പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷേത്ര ദർശനം ഒരു പതിവ് കാഴ്ചയാണ്. എന്നാൽ കടലിനടിത്തട്ടിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് മയിൽപീലിയും സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ വ്യത്യസ്തമായ കാഴ്ചയാണ്. അറബിക്കടലിനടിയിൽ ഗുജറാത്ത് തീരത്താണ് ശ്രീകൃഷ്ണന്റെ നഗരമെന്ന് വിശ്വസിക്കുന്ന ദ്വാരക. ഇവിടെ പ്രധാനമന്ത്രി പ്രാർത്ഥന നടത്തുന്ന ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പോകുന്നതും ഇഷ്ടദേവനെ വഴിപാട് സമർപ്പിക്കുന്നതും എല്ലാം സർവ്വസാധാരണമാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭഗവാൻ ശ്രീകൃഷ്ണന് വഴിപാടായി മയിൽപീലി സമർപ്പിക്കാനെത്തിയത് കടലിൻ്റെ അടിത്തട്ടിലാണ്, ഭഗവാന്റെ നഗരമായ ദ്വാരകയിൽ. കൃഷ്ണന്റെ നഗരമായ ദ്വാരക ഭഗവാന്റെ സ്വർഗാരോഹണ ശേഷം കടലെടുത്തുപോയി എന്നാണ് വിശ്വാസം. അറബിക്കടലിൽ മുങ്ങിപ്പോയ ഈ നഗരമാണ് പ്രധാനമന്ത്രി കാണാനെത്തിയത്. സ്കൂബ ഡൈവിംഗ് സഹായത്തോടെ ദ്വാരക നഗരം കാണാനെത്തിയ പ്രധാനമന്ത്രി കടലിനടിയിൽ മയിൽപീലി സമർപ്പിച്ച് പ്രാർത്ഥനയും നടത്തി. സമയത്തിനും കാലത്തിനും അതീതമായ ഭക്തിയാണ് കടലിനടിയിലെ ദ്വാരകാ ദർശനത്തിലൂടെ തനിക്ക് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. आज मेरा सौभाग्य था कि मैं समुद्र के भीतर जाकर बहुत गहराई में चला गया और भीतर जाकर मुझे उस समुद्र में डूब चुकी श्री कृष्ण वाली द्वारिका उसके दर्शन करने का और जो अवशेष हैं उसे स्पर्श करके जीवन को धन्य बनाने का, पूजन करने का, वहां कुछ पल प्रभु श्री कृष्ण का स्मरण करने का मुझे सौभाग्य मिला. विकसित भारत मेरे लक्ष्य से आज दैवीय विश्वास उसके साथ जुड़ गया है. ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അന്തപുരമായി വിശ്വസിക്കപ്പെട്ടിരുന്ന ബേത് ദ്വാരക ദ്വീപിലേക്ക് നിർമ്മിച്ച 30 കിലോമീറ്റർ ദൈർഘ്യമുള്ള സുദർശൻ സേതു എന്ന പാലവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള കേബിൾ പാലം കൂടിയാണ് ഇത്. കടലിനടിത്തട്ടിലെത്തിയുള്ള പ്രധാനമന്ത്രിയുടെ ദ്വാരകാ സന്ദർശനവും പ്രാർത്ഥനയുടെയുമെല്ലാം ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജനം.